ചീരയുടെ വിത്ത് കളക്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന്. ഇപ്പോൾ കുറച്ച് നാളായി വീഡിയോ ഒന്നും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ഒന്നും അങ്ങനെ ഇടാൻ പറ്റാറില്ല. അത്രമാത്രം സമയമില്ല, അതാണ് കാരണം. അപ്പോൾ ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയത്, ഇപ്പോൾ ചീര വിത്ത് ഇവിടെ വെച്ചിട്ട് കാര്യമില്ല, പക്ഷികളൊക്കെ ഡെയിലി വന്ന് കൊത്തി തിന്നുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കളക്ട് ചെയ്തിട്ട് ഉണക്കി വിത്താക്കി ബോട്ടിലിൽ ആക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു 2 വർഷം ഒക്കെ, 2 വർഷമല്ല അതിനപ്പുറം ഉപയോഗിക്കാം. എന്നാലും ഇപ്പോൾ അടുത്ത വർഷത്തെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. കാരണം അത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥകൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രമല്ല, ഒരു പ്ലാസ്റ്റിക്. അതിൽ കവറ് വന്നിട്ട് അതിലേക്ക് വിത്തുകൾ മുറിച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വിത്തെടുക്കാനാണ് വിചാരിക്കുന്നത്. വിത്തായിട്ടുണ്ട്. ഇപ്പോൾ ഓരോന്നായിട്ട് മുറിച്ചെടുക്കാം. ചീര തണ്ടടക്കം വിത്തടക്കം മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരിനമാണ്. അപ്പോൾ ഇതിൽ പൊതുവെ വിത്തുകൾ കുറവാണ്. ഇനിയിപ്പോൾ വേറൊരു ഇനം കൂടെ ഉണ്ട്, അതിന് കൂടുതൽ വിത്തുകളുണ്ടാവും. അപ്പോൾ അത് ഉണങ്ങിയില്ല, ശരിക്കും ഉണങ്ങിയില്ല. അതാണ് ഇതിന് പക്ഷെ കൂടുതൽ വിത്തുകളുണ്ടാവും. ഇപ്പം നല്ല വെയിലാണ്, അതുകൊണ്ട് തന്നെ ഈ വെയിലത്ത് വെച്ചിട്ട് ഇതുപോലെ 2 ദിവസം വേണമെന്നല്ല, ഇന്നിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ഉള്ള വിത്തുകൾ ഏകദേശം പകുതിയും ഇതിലേക്ക് വീഴും. ബാക്കിയുള്ളത് നാളെയും. 2 ദിവസം ഉണങ്ങി കഴിയുമ്പോൾ തന്നെ എല്ലാ വിത്തുകളും, ഏകദേശം ഉള്ള വിത്തുകളൊക്കെ ഇതിലോട്ട് വീഴും. ബാക്കിയുള്ളത് നമ്മൾ കൈകൊണ്ട് തന്നെ നോക്കിയിട്ട് കളക്ട് ചെയ്യണം. ഇതുപോലെ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ചീര വിത്തിൻ്റെ കളക്ഷനല്ല, കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നിലവിലുള്ള ചീരയാണിത്. അപ്പോൾ ഇതൊരു റെഡ് വയലറ്റ് കളറ് വരുന്നൊരു ചീര. ഇത് ഒരു ഡാർക്ക് ബ്രൗൺ ചീര. രണ്ടും ഇതാണ്. അപ്പോൾ ഇത് മാറ്റി കണ്ടിട്ട് കുറച്ചേ ആയുള്ളൂ, വളരുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ തന്നെ ഇപ്പോൾ കൂടുതൽ ചീരക്ക് വെള്ളക്കുത്ത് കൂടുതലാണ്.